കുറച്ച് പേരോട് കുറച്ച് ചോദ്യങ്ങൾ ഞാനിപ്പോൾ ചോദിക്കാൻ വേണ്ടി പോവാണ്. കൃത്യമായ ഉത്തരം കിട്ടിയാൽ മാത്രം കാര്യങ്ങൾ നടക്കും, ഇല്ലെങ്കിൽ നടക്കൂല. ചോദിക്കട്ടെ. ആദ്യത്തെ ചോദ്യം എന്താണ്? പറ. എനിക്ക് ചട്ടിച്ചോറ്. ചട്ടിച്ചോറ്. നിനക്കോ? കഞ്ഞി. ഊണ്. ഇവിടെ എന്താ? ഇന്ദ്രു. ബിരിയാണി. എന്റെ മോനെ എവിടെ പോയാലും ബിരിയാണി. അളിയ എന്താണ്? ഊണ്. അപ്പൊ അച്ഛനും കൂടി ഉണ്ട്. അച്ഛൻ കൈ കഴുകാൻ വേണ്ടി പോയിട്ടുണ്ട്. അച്ഛൻ ഊണ് പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ ഗൈസ് നമ്മൾ ഇപ്പോ എവിടെയാ ഉള്ളത്? അത് പറ. തീരദേശ പഴങ്കഞ്ഞിക്കടയാണ്. പക്ഷെ ഇത് സ്ഥലം വരുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂര്. കൊടുങ്ങല്ലൂരിലേക്ക് വന്ന അതാണ് ഞങ്ങൾ. സത്യം. ഒരു കഞ്ഞി കുടിക്കാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക്. അതെ ഗൈസ്. അപ്പോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു യാത്രയിലാണ്. നമ്മുടെ കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വന്നതാണ്. നമ്മൾ അധികം വരുന്നുണ്ടല്ലോ. അതെ, എടുത്തില്ല. സ്ഥിരമായിട്ട് വരുന്നതല്ലേ. അതുകൊണ്ട് വിചാരിച്ചൊരു വെറൈറ്റിക്ക് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കുമ്പോൾ തുടങ്ങാം. അപ്പോൾ അതെ, നമ്മളിവിടെ നമ്മുടെ കൊടുങ്ങല്ലൂര് ഒരു പഴങ്കഞ്ഞിക്കടയിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ കയറിയപ്പോൾ നല്ല അടിപൊളി ഭക്ഷണം കിട്ടി. അപ്പോൾ ഈ തവണ അത് കുറച്ച് ആളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. വരട്ടെ, ഭക്ഷണം അടിപൊളിയായിരിക്കും, എന്താവുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ചെറിയ വ്ളോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, പോകുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. എല്ലാം കൂടി ഒരു വ്ളോഗ് അല്ലേ? എപ്പോഴും അതെ, എപ്പോഴും വീട്ടിൽ നിന്നല്ല കാണിക്കുന്നത്. ഇത്തവണ ഒരു ചേഞ്ച് ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു പുതിയ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നു, കൊടുങ്ങല്ലൂർ വ്ളോഗ്. അതൊരു പഴങ്കഞ്ഞി വ്ളോഗ് എന്നും പറയാം. അതെ. അപ്പോൾ സാധനങ്ങളൊക്കെ വരട്ടെ, എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഊണ് വ്ളോഗ് എന്തായിക്കോട്ടെ, എല്ലാം വ്ളോഗ് തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും വരുന്ന വഴിക്ക് കാണാം. അങ്ങനെ ഇതായിരിക്കുള്ളതാ പഴങ്കഞ്ഞി അല്ലേ? സനിതയുടെ പഴങ്കഞ്ഞി അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇതെന്തൊക്കെയാണത്? തൈര്, കപ്പ, ഉള്ളി, മുളക്, പിന്നെ ഇതാ വേറെന്തോ കറികള്, മീൻ പൊരിച്ചത്, കടല, ചമ്മന്തി, അച്ചാറ്, മീൻകറി, 3 തരം ചമ്മന്തി, പപ്പടം. ഇതല്ലാതെ പഴങ്കഞ്ഞി. ഇനിതാ നികിയുടെ ചട്ടിച്ചോറിൽ നിക്ക് ബീഫ് വേണ്ടെന്ന് പറഞ്ഞിന്. അതുകൊണ്ട് തന്നെ ബീഫ് ഇല്ലാത്ത ഐറ്റംസ്, ചോറ്, മുട്ട വറുത്തത്, പപ്പടം, അത് സംഭവങ്ങളൊക്കെ. പിന്നെ അത് കൂടാണ്ട് ഇവിടെ ഐറ്റംസ് ഞണ്ട്, കൂന്തല്, അങ്ങനെ എന്തെല്ലാം ഐറ്റംസ്. അത് തൈര്, വേറെ എന്തൊക്കെയുണ്ട്. അപ്പൊ അത് ചട്ടിച്ചോറ്. ഇവിടെ അമ്മയും അച്ഛനും ചോറ് കഴിക്കുന്നുണ്ട്. ഇവിടെ മീൻ പൊരിച്ചത് ഉണ്ട്. അതെ, നമ്മുടെ ഐക്കൂറ, ഇവിടുത്തെ നെയ്മീൻ. നമ്മുടെ ഇവിടെ നെയ്മീൻ പറഞ്ഞാൽ ഐക്കൂറ, കണ്ണൂർ അല്ലേ? ഐക്കൂറ പൊരിച്ചതുണ്ട്. ഞാനും അളിയനും ചോറ്, അച്ഛനും അമ്മയും ചോറ്. നന്ദൂടന് ബിരിയാണിയാണ്, വരുന്നേ ഉള്ളൂ. ഇവരിക്കും ചോറ്. അപ്പൊ എന്തായാലും ഇനി ഒരു ഐറ്റംസ് കൂടി വരാനുണ്ട്, അതും കൂടി വരട്ടെ. ഇതാണ് എനിക്ക് ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട എന്താണ്? കേര മുളകിട്ട കറി. അതൊക്കെ അങ്ങോട്ട് വെച്ചോ. ഇതെല്ലാം കൂട്ടി നമ്മളൊരു പിടുത്തം പിടിക്കട്ടെ. സംഭവം സെറ്റാവും. ചോറിന്റെ മീൻകറി ഇതാ. നന്ദൂടന്റെ ബിരിയാണിയും എത്തിയിട്ടുണ്ട് അല്ലേ? കഞ്ഞി വേണം അച്ഛനെ. ഞാൻ ഇവിടെ നമ്മളെ കേരക്കറിയെല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അല്ലേ? ഇനി ഒന്ന് ചോറ് കഴിക്കട്ടെ എല്ലാവരും കൂടി. അളി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? സന്ധ്യക്ക് തൈര് അത്ര ഇഷ്ടമല്ല, പക്ഷെ തൈരുണ്ട് എന്നുള്ള അറിഞ്ഞില്ല. രസമുണ്ടാ? രസമുണ്ട്. ഇവരുടെ പഴങ്കഞ്ഞി കട കേട്ടാ. ഇവിടെ നമ്മുടെ കൊടുങ്ങല്ലൂരാണ്. ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരും. നല്ല അടിപൊളി ഭക്ഷണമാണ്. എന്നാ പിന്നെ നമുക്ക് കഴിക്കട്ടെ. ഇവിടെ ടീം ഇതെന്ത് കളി? കളിയല്ലേ? ഞങ്ങളങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മുടെ അമ്മാവന്റെ വീട്ടിലേക്ക് എത്തി. എപ്പോഴും ഇവിടെ വരുന്ന വ്ളോഗ് ഇപ്പൊ എപ്പോഴും ഉണ്ട്. അമ്മാവൻ, അമ്മായി, അനൂപ് എല്ലാരും ഇവിടെ ഉണ്ട്. ആയി പറടാ. ഇവിടത്തേക്കാണ് വന്നത്. അളിയൻ വണ്ടിയൊക്കെ ഒന്ന് സെറ്റാക്കി ഇടുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അതെല്ലാം കൂടി ചേർന്ന ഒരു ചെറിയൊരു വ്ളോഗ്. അതെ, ഒരു ചെറിയ വ്ളോഗ്. അപ്പൊ അതൊക്കെ നമുക്ക് വഴി അങ്ങോട്ട് കാണാം.
ഗൈസ് ഇവിടെ കാര്യമായ കുക്കിംഗ് ആണ്. കണ്ണൂരിൽ നിന്ന് വന്നിട്ട് അച്ഛൻ്റെ ഇവിടെ കുക്കിങ്ങിൽ അമ്മായിനെ സഹായിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അമ്മായി എന്താ ആക്കുന്നേ? ചിക്കൻ ചിക്കൻ പൊരിച്ചു വെച്ചല്ല അമ്മായി. ഇതെന്താ പൊരിച്ച ചിക്കൻ പൊരിച്ചിട്ട് കറിയാക്കാനാ? ആ പൊരിച്ചത് മാറ്റി വെക്കണേ, മൊത്തം കറിയാക്കിയൊക്കെയല്ല. ഇവിടെ പൊരിച്ചെടുക്കുന്നുണ്ട്. അച്ഛനും കൂടി ഒന്ന് സഹായിച്ച് ചിക്കൻ പൊരിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ ചിക്കൻ പൊരിച്ചതും പൊറോട്ടയും. അതെ, അപ്പൊ പിന്നെ അശ്വതിയൊക്കെ വരാനുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ ഇനിയിപ്പോ നമ്മള് കിച്ചൺ ഒരു മേക്ക് ഓവറൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ഇവിടെ. ഇനി നമ്മൾ കാണുമ്പോ കിച്ചണൊക്കെ ഒരു പുതിയ കിച്ചണൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അതെ, അതിനൊക്കെ ഒന്ന് ചേഞ്ച് ആവും, എല്ലാം ഒന്ന് സെറ്റ് ആവും. അതെ. പിന്നെ അമ്മ എന്താക്കുന്നേ? ഞാൻ ഇവിടെ വെള്ളം പോയിട്ട് തുടച്ച് നനഞ്ഞല്ലോ ഇവിടെ അല്ലേ? ഇത് അമ്മായി ഹോസ്പിറ്റലിട്ട് നിറഞ്ഞുപോയി. അതെയാ, തുടച്ച് മാറ്റിയത്. നീ എന്താ പറക്കി തിന്നു പോയ? ഇവിടെ ഇവിടെ അധികം നേരം നിർത്തണ്ടേ? ഇവിടെ കമ്പനിക്ക് നഷ്ടാണ്. അതാണ്. അമ്മയുടെ അമ്മായിയുടെ ഡ്രസ് ഏതാണ്ട് ഒരുപോലെ ഉണ്ടല്ലോ. നിന്നെ ഒരുമിച്ച് ഇത് പറഞ്ഞ പോലെ കാണുമ്പോ ഒരുപോലെ ഉണ്ട് നിങ്ങള്. നാത്തൂനും ഗൈസ് എനിക്ക് വല്ലാണ്ട് തന്നെ ഉപദ്രവിക്കുന്നുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടി അമ്മ കുക്കിംഗ് ആക്കുന്നത് പോയിട്ട് വ്ളോഗ് എടുക്കാൻ പറഞ്ഞു. ഒരു ഗുണമില്ലാന്ന് പറഞ്ഞോളൂ. അപ്പൊ തൊട്ട് തന്നെ ഉപദ്രവിക്കുന്നു. ഒരു ഗുണവും ഇല്ല. അടാ എന്തെങ്കിലും എനിക്ക് നാളെ സംഭവിച്ചാൽ ഉത്തരവാദി ഇവളാണ് ഗൈസ്. അനുപേ, നീയാണ് കല്യാണം കഴിക്കാത്തത് നമ്മുടെ കൂട്ടത്തിൽ. നിനക്ക് കല്യാണം കഴിക്കണോ വേണ്ട? ഇതെല്ലാം കണ്ടിട്ട് ഇപ്പൊ പറ. ഇതെല്ലാം കണ്ടിട്ട് നിനക്ക് കല്യാണം കഴിക്കണോ വേണ്ടയോ? പറയടാ. ഇവരാണ് കൂടുതൽ പറയുന്നത്. എടി നിന്റെ ഇതിന്റെ കളറും നിന്റെ ഈ പച്ചക്കളറൊക്കെ ഒരുപോലെ ഉണ്ട്. അതെ സത്യം. അതിനെ പറ്റിച്ചാണ് ഞാൻ പറ്റിക്കും. ഇപ്പൊ ചുമരില് മിക്കവാറും നമുക്ക് പോവാനില്ലേ ഒരു സ്ഥലം വരെ? നമുക്ക് പോവാം ഇത് കഴിഞ്ഞിട്ട്. ഗൈസ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇപ്പൊ എവിടത്തേക്കാ പോകുന്നത്? നമ്മള് ചെറായിലേക്കാ പോകുന്നത്. ചെറായിലേക്ക്. അതൊക്കെ സന്ത പറഞ്ഞ് കടലിന്റെ അടുത്ത ബീച്ച് അല്ലെ? നമുക്ക് ചെറായി ബീച്ച് കാണാത്തോണ്ടല്ല, അളിയനൊരു വല എടുക്കണം അല്ലേ അളിയ? അളിയന് മീനെ പിടിക്കണം. ഓ, നീ ചെറായി ബീച്ചിൽ പോയിട്ടില്ല? നീ വന്നിട്ടില്ല? നമ്മ ചേച്ചരാന്ന് വന്നപ്പോ ബീച്ചിൽ പോയില്ല അല്ലേ? ചെറായി ബീച്ചിൽ പോവാത്ത ആൾക്കാരുണ്ട്. ചെറായി ബീച്ചിൽ കൂടി പോയേക്കാം. ഇവരിങ്ങനെ ഭർത്താവ് ഭാര്യ വെച്ചിരിക്കണ്ടപ്പോ എന്റെ ഭാര്യക്ക് ഇതായല്ലേ? കോട്ടയം മുത്തേ പോപ്പ് ഇവിടെ ഉണ്ട്. ഒന്നും പേടിയുണ്ട? വ്ളോഗ് എടുക്കാൻ പോയപ്പോഴാ പറഞ്ഞേ ഇത് വാടി എന്റെ മുത്തല്ലേ? അങ്ങനെ പറയല്ല, ചങ്കൂട്ടി ചാവും. എനിക്ക് സഹിക്കാൻ അങ്ങനെയൊന്നും പറയല്ലോ. അങ്ങനെയൊന്നും പറയല്ലോ മുത്തേ. എന്താ നോക്കിയാ? നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അനൂപാണ് ഡ്രൈവ് ചെയ്യുന്നത്. റെസ്റ്റ് എന്ത് റെസ്റ്റ്? എടാ ഇതിപ്പോ നമ്മ ഏത് വഴിയാടാ പോണേ? ചെറായി പാടം. പിന്നെ ഇവിടെ എത്തുമ്പോഴും കണ്ടുപിടിച്ചില്ല, എത്താൻ പോകുന്നതിന് മുമ്പേ കണ്ടുപിടിച്ചില്ല, ഫുഡ് കഴിച്ചില്ല. ഇപ്പോഴോ അതാണ് അച്ഛൻ മോനും ഒറ്റക്ക് പോകുമ്പോ ആരാ ഓടിക്കല്? ആ പച്ചിപ്പ റെസ്റ്റ് എടുക്കട്ടെ. ഇവര് വല്ലപ്പോഴല്ലേ ഉള്ളു. അപ്പൊ ഇവരൊക്കെ ഓടിക്കട്ടെ. അച്ഛൻ എപ്പോഴും ഓടിക്കല്ലേ? റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റ്. അപ്പൊ ഗൈസ് എന്തായാലും ചെറായി ബീച്ചിലെത്തിയിട്ട് കാണാം നമുക്ക്. ഞങ്ങൾ നമ്മുടെ ചെറായി ബീച്ചിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ സൂര്യൻ ഇങ്ങനെ അസ്തമയത്തിനായി ഒരുങ്ങി നിൽക്കുന്നു. അതുപോലെ തന്നെ നല്ല അപ്പുറപ്പുറവും പുഴയായിട്ട് നടുക്കേക്കൂടി ഒരു റോഡ്. നല്ല ഭംഗിയായിട്ട് കാണാൻ. നല്ലൊരു വ്യൂ അല്ലേ?
ശാന്ത സുന്ദരമായി കിടക്കുന്ന പുഴ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ചെറായി ബീച്ചിലെത്തി. നീ ആദ്യമായിട്ടാന്നല്ലേ പറഞ്ഞേ? നമ്മളപ്പുറം കുഴിപ്പള്ളി ബീച്ചിലുണ്ടായി ഇന്ദിരയുടെ ഷൂട്ടായിട്ട്. ചെറായി ബീച്ചില് ഫസ്റ്റ് ടൈം. നല്ല ആളുണ്ട് കേട്ടോ, അങ്ങോട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ചെറായി ബീച്ച്. നീ അല്ലേ പറഞ്ഞേ പാനിപ്പൂരി കഴിക്കണം? കഴിക്കാലോ കഴിക്കാലോ. ഹായ്, ഇതാണ് കടല്. കുളിക്കുന്ന കാണ് അല്ലേ? അങ്ങനെ തന്നെ എടുത്ത് വായിലോട്ട് വരാണ്. എന്തായിട്ടില്ല ഇത് ഇതുവരെ? ഓ ആ പറഞ്ഞ ആള് തന്നെ ആദ്യത്തെ മാറ്റുന്നുണ്ട്. അങ്ങനെ വായിലോട്ടോ അങ്ങനെ ഞാനും അറിയില്ല. ആന്ന് ആ ഇതെന്താക്കുന്ന പൊട്ടിക്ക് ഇന്ദ്രപ്പന അങ്ങനെ പോവില്ലടാ. എണ്ണ പോവോ? വെച്ചോക്കെ ഹനുമാൻ ഭായി അതന്നെ. കടിക്ക് കടിക്ക് അതന്നെ. പൊട്ടിച്ചോ പൊട്ടിച്ചോ. ആ സെറ്റായി. ഹനുമാൻ ഭായി ആക്കുക. രസമുണ്ടാ? രസമുണ്ടാ? ഇതെന്തെല്ലാം ആയിട്ടാ? അവൾക്ക് പല്ലിന് കമ്പിട്ടത് അവൾക്ക് പറ്റൂല. ഇന്ദ്രുവിന് ഒരു പട്ടം വേണം അല്ലേ? ഇവരെല്ലാവരും പട്ടം പറത്തണുണ്ട്. ഇന്ദ്രുവിന് പട്ടം പറത്തണമെന്ന് ഭയങ്കര ആഗ്രഹം. നോക്കിയാലോ നമുക്ക്? ഇതിങ്ങനെ പറക്കാൻ പോകുന്നുണ്ട്. ഇന്ദ്രു കണ്ടാ? അത് മതിയാ? അത് വേണമെങ്കിൽ കൈ പിടിച്ചോ. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കേട്ടാ. ഇതാണ് ഇന്ദ്രുട്ടന്റെ പട്ടം അല്ല ഇന്ദ്രു? എന്താ മോനെ പറത്താൻ പോകുന്നു. ഇന്ദ്രുവൊക്കെ പട്ടം പറത്താൻ പഠിച്ചു അല്ലേ? ഇവര് പറത്തുന്ന പട്ടം ഇത്രത്തോളം എത്തിയേട്ടാ. കാണിച്ചേ നോക്കിയേ പറന്ന് നടക്കുന്ന കണ്ടാ. അടിപൊളി അടിപൊളി അടിപൊളി. സൂപ്പർ അല്ലേ? ആ പറത്ത് പറത്ത് എല്ലാരും പറത്ത്. നികിയും സന്ധ്യയും കൂടി അവിടെ പോയിരുന്നുണ്ടോ? ടീംസ് അങ്ങനെ അവാർഡാക്കി വരുന്നുണ്ട്. എടി വേഗം നടക്കടി, വാ പോണ്ടേ, നമുക്കിന്ന് പോണ്ടേ. പട്ടെന്തേ? ഓ ഭയങ്കര പറന്നുപോയി. അവിടെ പറത്താൻ നോക്കിയിട്ട് പറക്കണ്ടായില്ല. ഇനിയിപ്പോ അത് പറന്നു പോവാൻ. എടുത്തു വെക്ക് പട്ടായനുള്ളില്. വാ കേറി കേറി വാ, സമയായി. ഗൈസ് അങ്ങനെ ഞങ്ങൾ ചെറായിന്ന് നേരെ വണ്ടി കയറി മുനമ്പം ബീച്ചും കൂടി ഒന്ന് കാണാന്ന് വിചാരിച്ചു ഇതിലാണ് വന്ന്. നടന്ന് കാണാനൊന്നുമില്ല, വെറുതെ അങ്ങനെ ഒന്ന് ഇതിലെ വണ്ടി പോകുമ്പോ കാണാം അല്ലേ? അത്ര ഉള്ള സംഭവം. എനിക്കൊരു നിർബന്ധം, ഞാൻ കൂടെ ഇരിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് കൂടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. അവിടെ ഏതാ മുനമ്പം ബീച്ച്? കണ്ടില്ല. അഴീക്കോട് എന്ന് പറഞ്ഞ സ്ഥലം പൊതുവെ എല്ലായിടത്തും ഉണ്ടാവും. അപ്പൊ അതെല്ലാ ഭാഗത്തും ഉണ്ടാവും. അപ്പൊ അങ്ങനെ മുനമ്പം കണ്ടു. നമ്മൾ നേരെ വിടുന്നു. അതെ 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 അതെ. ഒരു സെക്കൻഡ്, തുടക്കം മുതൽക്കേ പറ. ഞാൻ അവിടെ നിന്ന് നമ്മളെവിടെ നിർത്തിയെന്നറിയാമോ? എവിടെ നിർത്തിയേ? അങ്ങ് മറ്റേ ചെറായിലായിട്ട് നിർത്തിയതാണ്. അപ്പൊ പിന്നെ പെട്ടെന്ന് വീട്ടിലാ കാണിക്കുന്നത്. അപ്പൊ തുടക്കം മുതൽക്ക് എന്താ സംഭവം എന്ന് പറ. ഒരു വേറെ ഒന്നല്ല, അല്ല അതിന് മുമ്പായിട്ട് ഇവരെ കാണിച്ചിട്ടില്ല. അല്ല മിസ്റ്റർ ഹായ് ഡിയർ കണ്ണൻ അച്ചു. അതെ, പിന്നെ ഇവരുടെ പുതിയ ഒരു വിശേഷം കൂടി നമുക്ക് ഇന്ന് വീഡിയോയിൽ കാണിക്കാനുണ്ട്. ആ വിശേഷമല്ല, അതെല്ലാം കഴിഞ്ഞ്. ഓ ഇനി വയസ്സാം കാലത്ത് വയസ്സാം കാലത്ത് ഇനി എന്ത് വിശേഷം? അതല്ല അതല്ല അതല്ല. അല്ല പോട്ടെ, അതൊന്നല്ല വിശേഷം. ആ വിശേഷം കേൾക്കുമ്പോ എപ്പോഴും ഈ ഒരു ചിന്താഗതി ഉള്ളൂ. എടി നിനക്ക് വയസ്സായിട്ടില്ല, ചളീന് വയസ്സായില്ലേ? പിന്നെ പറഞ്ഞോട്ടെ. അതല്ല സംഭവം, അതല്ല കണ്ണാ. നമുക്ക് ആ വിശേഷം കാണിച്ചു കൊടുക്കാം. വാ ബാടി ബാ അളിയാ. അപ്പൊ എന്താ വിശേഷം? അവരെന്നെ പറയട്ടെ. ബാബാ വേറെ ഒന്നല്ല, നമ്മുടെ പെങ്ങളും
അളിയനും കൂടി പുതിയൊരു വണ്ടി, ഒരു പുതിയൊരു അതിഥി അല്ലേ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇതാ ഇത് സംഭവം അതെ ലൈറ്റൊക്കെ ആണ് പോരട്ടെ അങ്ങോട്ട് മിന്നട്ടെ അളിയാ മിന്നട്ടെ. നമ്മുടെ ടാറ്റ നെക്സോൺ EV ഇലക്ട്രിക് അളിയൻ. ഇനി ഇലക്ട്രിക് അളിയനാണ്. അതെ അത് ഞാൻ എന്താ പറഞ്ഞിരുന്നു, ഇവര് സോളാറാണ് ഇവരുടെ പരിപാടി. ഇവര് ഭാര്യയും ഭർത്താവും കൂടി നാട് മൊത്തം സോളാർ വെക്കണം. അപ്പൊ ഇവര് ഇലക്ട്രിക് വണ്ടി എടുത്തില്ലെങ്കിൽ പിന്നെ ആരാ എടുക്കേണ്ടത്? സോളാറിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾ ഇലക്ട്രിക് വണ്ടി എടുത്തിരിക്കണം. അപ്പൊ അതെ ടാറ്റ നെക്സോൺ ഒരു ബ്ലാക്ക് വണ്ടി, എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളറാണ് ബ്ലാക്ക്. എന്താ പറയാ ഒന്നും നോക്കാനില്ല, അടിപൊളി സംഭവം. എന്താ ഞങ്ങൾ കണ്ട് തുറക്കുക. എന്തായാലും വണ്ടിയൊക്കെ ഒന്ന് കാണിച്ചേക്കാം എല്ലാവരും കേട്ടോ. അപ്പോൾ EV വണ്ടി എടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സോൺ നല്ലൊരു ഓപ്ഷനാണ് അല്ലേ കണ്ണാ? അതെ നമ്മൾ കുറേ സെർച്ചിങ് ഒക്കെ നടത്തി. ഞാനും കണ്ണനും ഒട്ടുമിക്ക ദിവസങ്ങളിലും വിളിക്കും എന്തായി എന്നൊക്കെ പറഞ്ഞിട്ട്. വണ്ടി എടുത്തോ, ഓക്കെ ആയോ, കാര്യങ്ങളെ പറ്റി ഫുൾ ചർച്ച ചെയ്യണം. വണ്ടി അങ്ങനെ ഇങ്ങനെ ഓപ്ഷൻസ് അത് ഇതൊക്കെ ആയിട്ട് വണ്ടി എടുക്കുമ്പോൾ അറിയാമല്ലോ, എല്ലാവരും അതിനെപ്പറ്റി ചർച്ച ചെയ്തിരിക്കും. അങ്ങനെ എല്ലാ ചർച്ചകൾക്കും ഒടുവിൽ ഞങ്ങൾ തീരുമാനിച്ചു ടാറ്റ നെക്സോൺ ഫുൾ ഓപ്ഷൻ തകർത്ത്. സംഭവം എന്തായാലും കളറും നമുക്ക് വളരെ ഫേവറേറ്റ് ആണ്, ബ്ലാക്ക് എന്ന് പറയുമ്പോൾ. നമ്മുടെ ചെക്കനോടെ കിടപ്പുണ്ടേ. ഇതെന്താ തുണിയൊക്കെ എടുത്തിട്ടാണ് അമ്മ? ആരാത്? എന്താ സംഭവം? എന്താ ഒരു തുണിയെല്ലാം എടുത്തിട്ടാണ്? ഒരു തുണിയൊക്കെ എടുത്താണ്. ആ തുണി മാറ്റിയാ ചെല്ലി. അങ്ങനെ തുണിടാൻ പറ്റുമോ? അപ്പൊ എന്തായാലും സംഭവം ഇതാണ്. അപ്പൊ ഇതാണ് നമ്മൾ പറയാണ്ടെന്ന് പറഞ്ഞ വിശേഷം. പുതിയ വണ്ടി എടുത്തിട്ട് കഴിഞ്ഞ് ഇപ്പൊ 3-4 ദിവസം ആയിട്ടുള്ളൂ. അപ്പൊ ഇന്ന് ഈ വണ്ടിയുടെ ചെലവും കൂടി ഉണ്ട്, എല്ലാം കൂടി ഇന്ന് ഞങ്ങൾ പിടിക്കും അല്ലേ? അപ്പൊ ഇതാണ് വിശേഷം. നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങൾ നടക്കാം. ഗൈസ് എന്റെ പിന്നിലതാ വീണ്ടും അവർ പ്രത്യക്ഷപ്പെട്ടു. വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. എപ്പോഴും അങ്ങനെ ചോദിക്കൂലേ ഇവനാ? ഇവനെ മുടി നീണ്ടല്ലടാ പറഞ്ഞ പോലെ ഇത്. ഞങ്ങള് ഇന്നലെ സത്യം പറഞ്ഞല്ലേ കുഞ്ഞിത്തേലുണ്ടായിരുന്ന വ്ളോഗായത്. ഇന്ന് നേരെ എറണാകുളം വന്ന് ഇവരെ കണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരെ കാണാതെ നമ്മള് പോകൂല. ഇവിടെ ടീംസ് അവിടെ ഇരിപ്പുണ്ട്. ഹലോ ഒരു ഹായ് പറയോ? പല്ല് പോയല്ലേ ഫുള്ളായിട്ട്. എന്താ ദൈവമേ എന്താ ചെയ്യാ? ഓട്ടെ പല്ല് നമുക്ക് വരുത്താം. അപ്പൊ ഞങ്ങള് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വിചാരിച്ചു എങ്ങനെ ഒരു കടയിൽ കയറിയിട്ടുള്ള കഴിക്കട്ടെ. ഓക്കെ ടാറ്റ മക്കളെ. അപ്പൊ അങ്ങനെ ഇവരെ കണ്ട് വീണ്ടും ഇവിടുന്ന് ഇനിയിപ്പോ വണ്ടി കയറിയാ പിന്നെ പുറത്ത് കാണാനൊന്നും കഴിയില്ല. ഇപ്പൊ ഒരു വെയിലിന്ന് കണ്ടുപിടിയാണ്. ഇന്ന് ടാറ്റ പോയി വിട്ടോ, കാണാം പിന്നെ കാണാം, അടുത്ത വരത്തിൽ കാണാം. നമ്മ ഇനി വീണ്ടും കാണൂല, ഇവര് കഴിഞ്ഞിട്ടില്ല. മതിയില്ലേ? വാ പോവാ. ഓക്കേടാ എന്നാ പിന്നെ ശരി, അടുത്തേക്ക് കാണാം. ഓക്കെ റെഡി. മാളുസേ ബൈ പറഞ്ഞേ. എന്താ പൂച്ചയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതെ നമ്മൾ ഇന്നലെ രാത്രി കണ്ട നെക്സോണിന്റെ ചെലവ് നമ്മുടെ അളിയൻ എവിടെ അശ്വതിയാ വെള്ളം കൊണ്ടിരുന്ന അച്ചു എല്ലാരും കൂടി അങ്ങോട്ട് നടന്നിട്ട് അവിടെ നല്ല നെയ്മീൻ പൊരിച്ചത്, ചെമ്മീൻ പറമ്പ്, ചോറും. അതാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ്. അപ്പൊ അതെ കറിയുമുണ്ട്. അപ്പൊ എന്തായാലും ഇന്നലെ നമ്മ രാത്രി വണ്ടി കണ്ടില്ല, പകല് കാണാത്തത്. ഇതാണ് വണ്ടി. സൺറൂഫിൽ ആള് കയറി പണ്ടല്ലോ ഇവിടെ. എന്തപ്പാ പനിയുണ്ടോ? കുറവുണ്ടോ? അപ്പൊ എന്താ പിന്നെ നമ്മള് ഭക്ഷണം കഴിക്കട്ടെ. അമ്മ കഴിച്ചാമേ? കഴിച്ചല്ലേ? കഴിക്കുന്നില്ലേ? പിന്നെ കഴിക്കട്ടെ. അമ്മായി ഒരു പാട്ട് പാടുന്നുണ്ടോ? പിന്നെ പാടാല്ലേ? വായിൽ ചോറാ അല്ലെങ്കിൽ പാടിയാണ് ഞാൻ. അതെ ഇവിടെ നമ്മളിവിടെ വന്നപ്പോഴേ അമ്മായിനോട് അന്നേ പറയലുണ്ടല്ലോ അല്ലേ അമ്മായി വരുമ്പോ പറയണോന്ന്. അപ്പൊ അങ്ങനെ അവളും അമ്മയും കൂടി അതെ അല്ലേ അമ്മാവന്റെ കൂട്ടുകാരന്റെ മോളാന്നല്ലേ. നമ്മളിഷ്ടം വീഡിയോ കാണലുണ്ടാ? അപ്പൊ നല്ലോണം പഠിക്കാൻ വേണം കേട്ടാ. ഓട്ടോറിക്ഷ എടുത്ത് വന്നത് തിരിച്ചു എടുത്തിട്ട് വന്നത് അല്ലേ? കൊള്ള അടിപൊളി കണ്ട. ഓട്ടോ ഒക്കെ ഓടിച്ചിട്ടാണ് വന്നത്. ഓട്ടോടെ കിടപ്പുണ്ട്. ആള് ഓട്ടോ ഓടിച്ചിട്ടാ വന്നത്. സെറ്റ് അടിപൊളി ഗൈസ്. അപ്പൊ അങ്ങനെ നമ്മള് ഇവിടെ കുഞ്ഞിത്തൈ തന്നെ ഉള്ളത്. ഇവിടെ നിന്ന് ഇനിയിപ്പോ നമ്മള് ശരിക്കും പറഞ്ഞാൽ വന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മളെല്ലാ വർഷവും ഈ ഒരു സമയം ഈ ഡേറ്റിലൊക്കെ നമ്മുടെ തിരുത്തൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിലെ ശരിക്കും പുത്തമ്പേലിക്കര അതിനൊക്കെ അടുത്തായിട്ട് ഗോതിരത്തിൻ്റെയൊക്കെ അപ്പുറമായിട്ട് വരുന്ന
തിരുത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം. അവിടെ ഒരു ചെറിയ ഒരു ഗ്രാമം. അവിടുത്തെ ഒരു ക്ഷേത്രത്തിലെ ഉത്സവം, അത് നമ്മുടെ ഒരു തറവാട് ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ അവിടുത്തെ ഉത്സവത്തിന് വരിക എല്ലാ വർഷവും നമ്മൾ വരുത്തുന്നുണ്ട്, മഹോത്സവത്തിൻ്റെ അന്ന്. അപ്പം അതിന് പങ്കെടുക്കാനാണ് ഇത്തവണ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞ് ഇന്നാണ് നമ്മൾക്ക് ഉത്സവത്തിന് അങ്ങോട്ട് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ റെഡിയായി ഇങ്ങനെ നിൽപ്പുണ്ട്. ഇവിടെ അച്ഛൻ അല്ല എന്താണ് അമ്മ നല്ല അടിപൊളി സാരിയൊക്കെ കൊടുത്ത് സെറ്റായിട്ടുള്ള ഗ്ലാമർ ആയിട്ടുണ്ട്. ബ്ലൗസ് മാച്ചാണല്ലോ പറഞ്ഞാലോ. അച്ഛൻ മാത്രം മാച്ചില്ല. അപ്പൊ അങ്ങനെ അമ്മാവനും ഉണ്ട്, വെറുതെ ഒരു അമ്മാവനും. അപ്പൊ ഇവര് അളിയനും ഇതിനോടൊപ്പം ചേർന്നെങ്കിൽ ഞാൻ വരണോട് അളിയനാവണം അല്ലെ. ഇവര് അളിയനും പിന്നെ ഞാനും എന്റെ അളിയനും അല്ലെ. പിന്നെ ഇതെന്റെ പൊണ്ടാട്ടി. എനിക്ക് മാത്രം ഈ ഡ്രസ്, എനിക്ക് സാരിയെ കൊടുക്കാന്ന് ചോദിച്ച് അല്ല വേറെ വെള്ള ഡ്രസ്സൊക്കെ കൊടുക്കാൻ വെച്ച് വന്നതാണ്. പക്ഷെ അവിടെ തീരുമാനം മാറ്റി ഈ ഡ്രസ്സിലേക്കാക്കി. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എനിക്ക് ഡ്രസ്സ് മാറ്റി ഇതാക്കി. പിന്നെ ഇവിടെ അശ്വതിയും കണ്ണനും എല്ലാവരും ഇവിടെ ഉത്സവത്തിന് ആളില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരാൾ ചെല്ലുമ്പോ ആളായി. മൊത്തത്തിൽ അങ്ങനെ അങ്ങ് ഇറങ്ങിയേക്കണ്. ഗ്ലാമറായല്ല. എന്താണത്? എന്താണ് രഹസ്യം? ഗ്ലാമറിന്റെ രഹസ്യം എന്താണ് കണ്ണ? എന്താണ് രഹസ്യം? ഭർത്താവിന്റെ സ്നേഹം എന്താണ്? നീ ഇവിടെ ഗ്ലാമർ ഉണ്ടല്ലേ, പണ്ടാറ ഗ്ലാമറാ. ഭർത്താവ് ഭയങ്കര സ്നേഹ കൂടിയിട്ടാ ഉള്ളത്. എന്തിനു ചെയ്യണി ചങ്ങായി? എന്താ ആക്കണ നിങ്ങള് മനുഷ്യ? ഫോട്ടോ സെഷൻ ആണ് ഗൈസ്, ഫോട്ടോ സെഷൻ. ഒരാൾ വരാം. അമ്മായി പോവാ. അനൂപിന്റെ ഇത് അമ്മായിയുടെ പെട്ടിയൊന്നും അല്ല കേട്ടോ, ഞങ്ങളുടെ പെട്ടിയാണ് ഗൈസ്. ഞങ്ങൾ ഈ പെട്ടി എടുത്ത് വണ്ടിയിൽ വെച്ചിട്ടാണ് ഇനി പോവാ. അല്ലമ്മ എന്തത് അവസാനം വരുന്നതാണ് ഞങ്ങളുടെ താരം. നല്ല ലുക്ക് ഡ്രസ്സൊക്കെ ഇട്ട് എന്താ കളർ, എന്താ ഷർട്ട് ഇത് മോണെ പൊളിച്ചല്ലാണ്ട്. എപ്പ കണ്ടാലും ഒരു വെറൈറ്റി ഉണ്ടാവും എൻ്റെ അടുത്ത്. ലാസ്റ്റ് വരുമ്പോ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിരിക്കും അനൂപിന്റെ. ഞാനെടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ പുള്ളി കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായി. ഇതെന്നെ എടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു വെള്ളയില്ലേ ഇതുപോലത്തെ വെള്ളയിൽ ഇതുപോലത്തെ ഡിസ് പെട്ടിയൊക്കെ എടുത്തോ. അപ്പൊ ഞങ്ങൾ എന്തായാലും വീടിനോട് പറയട്ടെ, ടാറ്റ വീട് 2-ാം തീയതി വരാം. പിന്നെ അടുത്ത ഫെബ്രുവരി 2-ാം തീയതി ഞങ്ങൾ വീണ്ടും വരും. പെട്ടിയൊക്കെ എടുത്ത് വണ്ടിയൊക്കെ ആയിട്ടെ. അപ്പൊ ഉത്സവം കൂടി കാണാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി എന്തായാലും ഉത്സവ പറമ്പിലൊക്കെ അവിടെ നിന്ന് കാണാം അല്ലെ എനിക്ക്. പഴയ പോലെ എടുത്ത് വെച്ചോളെ അമ്മ. ഇതുണ്ടല്ല ദുഗുവിന്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ല എല്ലാരും. ഇത് ജി ചേച്ചി തന്ന ഡ്രസ്സാണ് അല്ലേ, നമ്മുടെ UK ജി ചേച്ചി നമുക്ക് കൊണ്ടുതന്ന ഡ്രസ്സ്. അച്ചാമ്മയുടെ പൊക്കായല്ല ഇപ്പൊ, ചെരുപ്പിട്ടോണ്ടാണല്ലേ ചമയം മൂള ഏതാണ്ട് ഒരു പൊക്കായിന്ന്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നൊരു കാര്യം ഉത്സവം കാണാം. ഓക്കെ റെഡി ഗൈസ്. ഇത് അശ്വതിയുടെ മോള് കേട്ടാ. ഒരു നാത്തൂനും എന്നെ കാണിച്ചല്ലോ നേരത്തെ. മതി, നിങ്ങൾ നേരത്തെ കാണിക്കുന്നുണ്ട് ഒരേ ഡ്രസ്സിന്. നിങ്ങൾ ഇന്നലെ അതെ ശരിയാണ്. ഒരമ്മ പറ്റ നാത്തൂമാരെന്ന്, നമ്മ ഒരമ്മ പറ്റ അളിയന്മാരെന്നല്ലേ പറയാറ്. ഇപ്പൊ ഒരമ്മ പറ്റ നാത്തൂമാരെ കണ്ട്, അതാണ് അളിയനുണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെയൊക്കെ കുടുംബം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോ എന്താണ് പോവാ മക്കളെ, ഭയങ്കരമായി പോയത്. ഇതാണ് സനിതയും ഞാനും ഒക്കെ പഠിച്ച അംഗൻവാടി. ഞങ്ങള് പഠിച്ച അല്ലെ, ഞങ്ങൾ അംഗൻവാടി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലാണ് ഇവിടെ നിന്നാണ് നമ്മൾ പായസം മേടിക്കാൻ പോകുന്ന റോഡ്. ഞങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇപ്പൊ പോകുന്നത്. അതായത് ഞാനൊരു ജനിച്ചപ്പോ തൊട്ട് ഒരു 10-ാം ക്ലാസ് വരെ ഇതായിരുന്നു ഞങ്ങളുടെ ലോകം. ഈ പാലം ഇതൊക്കെ ഒരു മാറ്റമില്ല, ഇതെല്ലാം ഒരു മാറ്റമില്ല. ഇതൊക്കെ അതുപോലെ തന്നെ ഒരു പുളിമരം ഉണ്ട് അല്ലല്ല പോടി കല്ലുവലപ്പുറം. ഇത് വേറെ ഇതാ. ഇപ്പൊ നമ്മള് പോണത് വെള്ളോട്ടുംപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. വെള്ളോട്ടുംപുറം അതാണ് സ്ഥലം. ഇവിടെയാണ് ഇതിലൊക്കെ നടന്നു പോകും. ഇവിടെയൊക്കെ ഇതൊക്കെ നമ്മുടെ സ്വന്തം സ്ഥലങ്ങളാണ്. വെള്ളോട്ടുംപുറം അന്ന് ടാറ്റർ റോഡല്ല, ടാറ്റർ റോഡ് തന്നെയാണ്. ഈ റോഡ് ഇതായിരുന്നു ഞങ്ങൾ വന്നിരുന്ന കട, ദേവസി കൊച്ചേശ്വര കട, കൊച്ചേശ്വരന്റെ കട എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു. ഇവിടെ വന്ന സാധനം വാങ്ങുക. ഇതാണ് നമ്മളെ മറ്റേ മുത്തുവിന്റെ വീട് എന്ന് പറയുന്നത്.
ഇവിടെ ഇരുന്ന് ടാപ്പ് ഉണ്ടായത്. ഇതാണ് ഇവിടെ ഇരുന്ന് പണ്ട് പൈപ്പ് ഉണ്ടായത്. ഈ മൂലക്ക് ഈ കാട് പിടിച്ചിരിക്കുന്ന സ്ഥലത്ത്. ഇവിടെയാണ് ഇത് നമ്മൾ പണ്ട് നമുക്ക് ഉണ്ടായിരുന്ന വീടുകൾ കണ്ടില്ലേ? ആ വീട് മാത്രം. അന്ന് ഇത് വലിയ വീടായിരുന്നു. അന്ന് ഈ വീട് കാണുമ്പോ ഇത് വലിയ വീടായിരുന്നു. ഈ നാട്ടിലുള്ളതില് അത്യാവശ്യം ഒരു വലിയ വീടായിരുന്നു ഈ വീട്. ആരും താമസിക്കുന്നില്ല. പിന്നെ ഈ വീടൊക്കെ പിന്നീട് വന്നതാണ്. ഇത് നമ്മുടെ ജോജു ചേട്ടന്റെ ഒക്കെ വീടാണ്. ജോജു ചേട്ടന്റെ ഒക്കെ വീട് ഇവിടെ. ഇത് പാലിയംകെട്ട് എന്ന് പറയുന്ന ഇവിടെ സവേത്താത്തിന്റെ ഒക്കെ വീടായിരുന്നു. ആ പൊളിഞ്ഞ അവിടെ അതൊക്കെ പൊളിച്ച് സവേത്താത്തിന്റെ വീട്. പിന്നെ ഇതാണ് പാലിയംകെട്ട്. പാലിയംകെട്ട് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ വഴി, നമ്മുടെ വീട്. ഇവിടെ രതീഷ് പുറത്ത്, രാധാമണി പുറത്ത് ഇതായിരുന്നു. ഇവിടെ നിരത്തിയല്ല, ഇവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് ഇത് അവിടെ ഇരുന്ന് നമ്മുടെ സ്ഥലം, നാട്, നമ്മുടെ വീടുണ്ടായിരുന്നത് അവിടെ ഇരുന്ന്. കാണിച്ചാൽ അതിന്റെ വാർപ്പുണ്ടാവും. നമ്മുടെ വീടിന്റെ ഇതുണ്ടാവും, ഒരു അവശിഷ്ടം ഇവിടെ ഉണ്ട്, വാർപ്പുണ്ട്. ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ജനിച്ച് വളർന്ന ഞങ്ങളുടെ മണ്ണ്, ഒരു കാലത്ത് ഞങ്ങളുടെ മണ്ണായിരുന്ന മണ്ണ് ഇന്ന് നമ്മളുടെ എല്ലാം പറയാം. ഇതേ ഇവിടെ നമ്മുടെ സ്ഥലം, നമ്മുടെ സ്ഥലം ഏത് നമ്മുടെ പരുത്തി മുന്നില് ഇതാ പരുത്തി. ഈ കാണുന്നത് നമ്മ പോകുമ്പോ ഇട്ട പരുത്തി ഇത്. അപ്പൊ അങ്ങോട്ട് എങ്ങനെ പോകും? ഇങ്ങോട്ട് ഇത് തോടായിരുന്നു ഇവിടെ. ഒരു കാലത്ത് ജീവിച്ചിരുന്നൊരു സ്ഥലം ഇങ്ങനെ വന്ന് കാണുമ്പോ ഒരു വിഷമം. സത്യം. അതെ, എന്നാലും ഇവരൊക്കെ ഇവിടെ ഉണ്ടാവുമായിരുന്നു. അശ്വതിയായാലും അനൂപായാലും എല്ലാരും വന്നാ ഇവിടെ കളിയും പരിപാടി ഇഷ്ടംപോലെ വലിയ പറമ്പായിരുന്നു. ഞങ്ങളുടെ ഒരു ലോകം. എന്തായാലും കൊല്ലത്തിലെ ഇതിലെ വന്ന് വെറുതെ ഒന്ന് വന്നത് കണ്ടുപോകുമ്പോ ഒരു സന്തോഷം, മനസ്സിനൊരു വിഷമവും എവിടെയൊക്കെ ഒരു വിങ്ങൽ. ഇങ്ങനെ പണ്ട് നമുക്ക് നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അതൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി. പിന്നീട് കാണുമ്പോ എപ്പോഴായാലും ഒരു വിങ്ങൽ, എവിടെയോ മനസ്സിന്റെ ഉള്ളിൽ വിഷമം. അപ്പൊ അങ്ങനെ അതൊക്കെ എന്തായാലും നമുക്ക് ഉത്സവത്തിന് പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങള് നേരെ ഉത്സവ പറമ്പിലേക്ക് എത്തി. ഇനിയിപ്പോ അമ്പലത്തിലേക്ക് പോയി. നമ്മളെന്തായാലും വന്നതിന്റെ ലക്ഷ്യം തന്നെ ഇതാണല്ലോ അല്ലേ, ഉത്സവം കൂടുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരോടും ഇങ്ങനെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഉത്സവത്തിന്റെ ചെറിയ ചെറിയ കാഴ്ചകൾ കൂടി ഈ വ്ളോഗിൽ അങ്ങോട്ട് കാണാം. അപ്പൊ എന്താ പറയാതെ തോരണങ്ങളൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഇട്ട് ബാക്കിലൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അമ്പലം കൂടി അങ്ങോട്ട് കാണാം. പിന്നെ ആനയുണ്ട്, ആനയും കാണാം അല്ലേ എന്തൊരു. ഓക്കെ, ആനയുണ്ട്, അമ്പാരിയുണ്ട്. അതെ, അപ്പൊ ഓക്കെ, എല്ലാവരും ഉണ്ട്. അതെ, കാണിച്ചു തരാം. പുള്ളിയുടെ വൈഫാണ്. അപ്പൊ പുള്ളി കല്യാണം കഴിച്ചേക്കണത് ഇവിടെ അല്ല, ശ്രീലങ്കയിലാണ്. അപ്പൊ നമ്മുടെ വീഡിയോസ് കാണാൻ നമ്മുടെ കട്ട ഫാനാണ്. അപ്പൊ ഇവിടെ വന്നപ്പോ ഉത്സവത്തിൽ വന്നപ്പോ അതും കാണാൻ പറ്റില്ല, സന്തോഷം. നേരിട്ട് കാണാൻ പറ്റില്ല, ഞങ്ങൾക്ക് സന്തോഷം. ഭയങ്കര ഇഷ്ടമാണ് വൈഫിന്, ശ്രീലങ്കയാണ് പറഞ്ഞു. പക്ഷെ വന്ന് കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചില്ല. അതെ അതെ, എന്തായാലും സന്തോഷം കാണാൻ പറ്റിയത് കേട്ടോ. ചേട്ടനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉത്സവം ഒക്കെ കഴിഞ്ഞു അല്ലേ. ഞങ്ങളുടെ വന്നതിന്റെ ഉദ്ദേശവും കാര്യങ്ങളൊക്കെ ഭംഗിയായി. എന്തൊരു ഒരോർക്കം കഴിഞ്ഞ്, രണ്ടോർക്കം കഴിഞ്ഞ്, കുറെ ഉറക്കം കഴിഞ്ഞ് ഇപ്പൊ ഉറക്കം പോയിരിക്കുകയാണ്. അതെ, അങ്ങനെ ഇപ്പൊ ഞങ്ങളുള്ളത് നമ്മുടെ വല്യച്ഛന്റെ അടുത്താണ്. വല്യച്ഛന്റെ വീട്ടില്, വല്യച്ഛന്റെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വല്യച്ഛൻ ഇല്ല, എന്നാലും വല്യച്ഛന്റെ വീട്ടില് വല്യമ്മ, ചേച്ചി, സരു, അളിയോ നമസ്കാരം. ഇപ്പൊ ഇടക്കിടക്കെ കാണുന്നുണ്ട് നിങ്ങളൊക്കെ. ഇടക്കിടക്കെ ഞങ്ങളിവിടെ വരണോണ്ട് ഇതായിരിക്കണം രണ്ടുപേരും നമ്മുടെ ടീംസ്. ചേച്ചി ശ്രീദേവി ചേച്ചിയുടെ മക്കള് രണ്ടെണ്ണം. എന്താ ഇവരെല്ലാരും ഉണ്ട്. സൺഡേ നല്ലോണം നല്ല കൊടുത്ത് വിട്ടുന്നത്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് വിടാൻ വേണ്ടി പോണ്. സമയം ഇപ്പോ
ഇപ്പൊ എത്ര മണിയാടാ? എത്ര മണി? 11 മണി ആവാൻ പോകുന്നു. 10:45. അപ്പൊ എന്നാ പിന്നെ നേരെ ഇവിടെ വല്യമ്മ പിള്ളേരുണ്ടല്ലോ അരുണാക്കില്ലേ? ആ അതെന്താ അവരുണ്ട്, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഇനി വ്ളോഗും അതിന്റെ ചെയ്യാം. നമുക്കിനി എന്തായാലും കണ്ണൂർ എത്തിയിട്ട് പുതിയ വ്ളോഗായിട്ട് വീണ്ടും കാണാം. ഒരു ടാറ്റ പറഞ്ഞേ. ടാറ്റ പറഞ്ഞു ചേച്ചി. ഓക്കെ ഓക്കെ.